അസലായി. തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. ആഹാ, പാചകമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ആരെടുത്ത് തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം വേണ്ട. എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. ആ വാ. മോനെ ഔസ്ഞ്ഞൂട്ടി, അരഞ്ഞാണ് ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ? അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. പിന്നെ ഞമ്മളല്ല തള്ളിയത്. നീയല്ലേ? ഞമ്മളായിരിക്കും. അവനാ തള്ളിയത്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവരോടെ അവൻ പോയി. പുറത്തേക്കല്ല, അകത്തേക്ക് പോയി. അല്ലാ, ഇതൊന്നും നിസ്കാര പള്ളിയാ. ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണെന്തോ. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട. അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്ക്, നമ്മളിവിടെ ഇരിക്കാൻ. അല്ലാ, പുലിയാണ് മോനെ. വരേ പുലി. പെറ്റുകിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലെ പുലി. കൊട്ടാരമല്ലേ, പുലിയെ വളർത്തുന്നുണ്ടാവും. ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്. വീട്ടിനകത്താണ് പുലിയെ വളർത്തുന്നത്. പുലിയാ? പുലി ഇറക്കം പ്രസവിച്ചത്. നീ എന്താ പുലി കളിക്കുന്നു? ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കടക്കാ പുറത്ത്. ഓ, ഞമ്മള് മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാണി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു 3-4 പൂണ് ഞങ്ങൾക്ക് എന്താ? ഞങ്ങളിവിടാ. എന്റെ പേര് ബീരാ കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാണി നമ്മൾ വിടൂല. എടാ, ഇവൻ ക്രിസ്ത്യാനിയാണോ? എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസൗഹാർദ്ദ സമ്മേളനം നടക്കുകയാണോ? പറയടാ, ഇതിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. സത്യം പറയടാ. കർത്താവാണ് ബ്രാഹ്മണ. സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കയറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത്? ഉണ്ണികൃഷ്ണ, ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്താ ഉണ്ണികൃഷ്ണ ഫ്രണ്ടായത്? അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ടിന് 2 അർത്ഥമുണ്ടേ. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് പറയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ. FRONT. കറക്റ്റ് ആണല്ലോ. പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിലില്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി. ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്നും കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോടാ. തൊട്ട് പോകരുത്. നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ചടക്കുന്ന നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. ഞമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിന് നസ്രാണിക്കും കേറാൻ പാടില്ലാതെ എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്. വാടാ. ഗോവിന്ദേട്ടാ, രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുണ്ടോ അല്ലേ? ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? അല്ല, അവൻ എന്റെ അവസ്ഥ മനസ്സിലാവും. ചേട്ടനെന്താ ആലോചിക്കണേ? അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ. ഈ നിലയ്ക്ക് പോയാൽ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി. എനിക്ക് പേടിയാവണു. ചേട്ടൻ എന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഞാനില്ല ചേട്ടൻ്റെ കൂടെ. അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി, എന്റെ ഈശ്വര. ചേട്ടൻ എപ്പോഴും എന്നെ യുദാസായിട്ട് കാണരുത്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? 2 വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല. അതെ, 2 വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല. പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ. എന്നിട്ട് വരനടുത്ത് വെച്ച് കാണാം. ഇതെവിടെ പോവാ? കാറാ, എന്തിനാ പേടിക്കണേ? നമ്മളെന്തിനാ പേടിക്കണേ? നിന്റെ വാപ്പ. ഹായ്.
ബാപ്പ. നിന്റെ വാപ്പാന്ന്. ബാപ്പ മാത്രല്ല ഉമ്മ. ഇവനെന്താ അവിടെ? അറിയില്ല. അല്ലാ, അബ്ദുള്ള. സുലൈമാനെ വിളിക്കുന്നു, ചെല്ലടാ. കൂടി കൂടെ എന്നെ കൊലക്കി കൊടുക്കാതെ ചെല്ലടാ. നീ എന്താ അവിടെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് ഞങ്ങള് പറഞ്ഞിട്ടാ ഓൻ അവിടെ നിക്കണത്. അതു അവര് സുപ്രീം കോടതിയിൽ കേസിന് പോവാ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവൻ വേഷം പറയാൻ അവിടെ നിൽക്കാ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ സംസാരിച്ച ഓ ഞമ്മടെ ആളാണെന്നുള്ള കാര്യം അവരറിയും. നിങ്ങൾ എന്താണ് ഈ പറയണേ? അവനെന്താ അവിടെ? ആര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണീഷ്ണ. അത് ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണനോ? വെറുതെ അവൻ ആ പേരിലെ ചാറായ്പ നടത്തണം. ഉണ്ണികൃഷ്ണ. പറഞ്ഞ പോലെ ഉണ്ണീഷ്ണൻ തന്നെയാണല്ലോ. തനിക്കെന്താ അവിടെ കാര്യം? ഞാൻ വെറുതെ ആരാവരെ? കുഴപ്പാവും. ഉണ്ണികൃഷ്ണ, നാണമില്ലാത്ത പലരും തട്ടിപ്പറിച്ച് സ്വന്തമാക്കിയ ഭൂമി കാണാൻ വരും. അത്തരം മ്ലേച്ഛന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് മോശമാണ്. ചങ്കൂറ്റമുണ്ടെങ്കിൽ നേർക്ക് നേർ സംസാരിക്കും. വേണ്ട. വിടറി. ഈ കാണുന്നതൊന്നും ഞാൻ ആരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല. ഉദയപുരം പാലസിൽ അവിട്ടം തിരുനാൾ വർമ്മയുടെ മകൾ മാളവിക വർമ്മയുടെ അവകാശം, എന്റെ ഭാര്യയുടെ അവകാശം. ഞാൻ ഇന്നിവിടെ ആടിയും പാടിയും പടക്കം പൊട്ടിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോകുകയാണ്. ഈ നാട്ടുകാർ മൊത്തം അറിയണം, വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് അബ്ദുൾ റഹ്മാൻ കാലുകുത്തിയ വാർത്ത. തീർന്നിട്ടില്ല. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സ്ഥലം ഏതെങ്കിലും തരം താഴ്ന്ന ക്ലബിന് വിട്ടുകൊടുക്കും. അവരിവിടെ കുടിച്ചും കൂത്താടിയും എന്നും നിങ്ങൾക്ക് ശല്യമായിട്ട് മാറും. എന്നാലും തീർന്നെന്ന് കരുതണ്ട ഈ അബ്ദുൾ റഹ്മാന്റെ നെഞ്ചിലെ പക. അബ്ദുൾ റഹ്മാനെ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ഞങ്ങളെ ദ്രോഹിച്ചിട്ടും അടങ്ങിയില്ലേ നിന്റെ പക? ഇനി ഞാൻ എന്താണ് നിന്റെ കാൽ കീഴിൽ വെക്കേണ്ടത്? മടിക്കണ്ട, ചോദിച്ചോളൂ. ഒരിക്കൽ കിരീടം വെച്ചിരുന്ന ഈ തല എന്റെ ഈ കാൽച്ചുവട്ടിൽ വെച്ചാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല. എല്ലാം നശിച്ച് നാമാവിശേഷമായെന്ന് ബോധ്യമാകാതെ എന്റെ മനസ്സ് തണുക്കില്ല. മനസ്സിൽ നന്മ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹിമാന്റെ PV ഒന്ന് അപേക്ഷിക്കണം കർത്താവിനോട്. ഉദയപുരം കൊട്ടാരത്തിലെ പഴയ ഈ രാജാവിനെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കരുതെന്ന്. അത്രയും ഏൽക്കാനുള്ള കരുത്ത് അയാൾക്കില്ലെന്ന്. വേണ്ട, ഇങ്ങനൊരു ബന്ധം എന്റെ അച്ഛനില്ല. നിന്റെ ശബ്ദം കേൾക്കുന്ന അച്ഛൻ ഇഷ്ടല്ല. നിർത്തടി. ഒരേട്ടൻ സ്നേഹം എന്നുണ്ടായി ഇത്? ഒരു നിമിഷം മുമ്പ് ഇവിടെ പൊട്ടിപ്പൊളിച്ചതോ? മോൾ ഈശ്വരനൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശമെങ്കിലും നീ അനുഭവിക്കാതിരിക്കില്ല. നീ കാരണം ഇവിടെ തടസ്സങ്ങൾ വ്യാധി പോലെ പിന്തുടരുക. ഈ ഉണ്ണികൃഷ്ണനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്കൊരു മംഗല്യോഗം ഉണ്ടാകുമായിരുന്നില്ലടി. വരൂ. അയാൾ എന്താ പറഞ്ഞത്? വെറുതെ ഒക്കെ നമ്മുടെ സുലൈമാന്റെ ഒരു നമ്പരാ. ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പറാ. കല്യാണ ദിവസം ഓൻ വിളിച്ചു പറയും ഓ സുലൈമാൻ കുട്ടിയാണെന്ന്. അപ്പൊ അവര് നിർത്ത്. മണ്ടനല്ല ഞാൻ. സുലൈമാൻ ഇന്നിവിടെ എത്തണം. ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം. കിരീടവും ചെക്കോലും നാളത്തേക്കാക്കാം. ബാപ്പയുടെ അടുത്ത് വരാൻ നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ? അല്ല എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ വാപ്പാക്ക് വിശ്വാസം അവിടെ ഇല്ല. നീ ആ സുപ്രീം കോടതിയിലെ കേസിനായിരുന്നു പറഞ്ഞു കൊടുത്തേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ആണോ അല്ലയോ? അതെ. എന്റെ മകനായി പറഞ്ഞിട്ട് എന്നെ ചതിക്കുകയായിരുന്നല്ലേ? കൊന്നുകളയും ഞാൻ. എന്തിനെങ്കിലും ബഹളം ഉണ്ടാക്കണേ?
എതിർക്കാൻ എന്താ അവകാശം ബാപ്പയ്ക്കുള്ളത്? ഇതുപോലെ എല്ലാ എതിർപ്പുകളെ മേടിച്ചോണ്ടല്ലേ ബാപ്പ എന്റെ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന്. എന്തിനാണ് ബാപ്പ ഇനിയും പഴയ കഥയുടെ കണക്ക് പറഞ്ഞ് നടക്കുന്നത്? അവസാനിപ്പിച്ചുകൂടെ എല്ലാം? അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു നമ്പൂരി ചെക്കനാ നീ എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അവരല്ലേ. നീ എന്റെ മകനാണെന്ന് ഞാൻ പറയും, ഒരു ഇസ്ലാമാണെന്ന് ഞാൻ വിളിച്ചു പറയും. മനസ്സ് അത്രയ്ക്ക് വലിയ കല്ലാണെങ്കിൽ ബാപ്പ വിളിച്ചു പറയും. പറയാ സുലൈമാനെ, സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ? കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് 6-ാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല. ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ. 6-ാം തമ്പുരാനെ ആശുപത്രിയിൽ 6-ാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പോ ഒരു താളുണ്ടായിരുന്നല്ലോ. വരട്ടെ വരട്ടെ. ഗോപികേ, എന്താണ് തമ്പ്രാട്ടിക്കുട്ടിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ? പിന്നെ കല്യാണം നടക്കാൻ പോണ പെണ്ണിന്റെ മനസ്സിൽ സന്തോഷം കാണാതിരിക്കോ? അപ്പൊ മുത്തശ്ശനോട് എല്ലാം പറഞ്ഞല്ലേ? മനസ്സിലുള്ള ആളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടായി. എന്നാലും ആളാരാണെന്ന് എന്നോട് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഫോട്ടോ ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കാൻ? എന്തിനാ ഫോട്ടോ? ആളെ നേരിട്ട് കാണിക്കാലോ. നിനക്ക് പരിചയമുള്ള ആളാ? ആണോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പൂജ ചെയ്യാൻ വന്ന ആള് തന്നെ. അല്ല, നിന്റെ പരദേശി പ്രേമം എവിടെ വരെയായി? ഒന്നും അറിയില്ല. സുലൈമാനെ, സുലൈമാന്റെ സമ്മതത്തോടെയാണോ ഈ കല്യാണം ഉറപ്പിച്ചത്? ഒന്ന് പതുക്കെ. ഈ സുലൈമാൻ എന്നുള്ള വിളി ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. എന്താ പേടിയാണോ? സുലൈമാനാണ് നിങ്ങൾ നിറഞ്ഞ ഗോപിയെ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലേ? എന്താ ഇപ്പോ? സുലൈമാനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. എനിക്കറിയാം സുലൈമാനും എന്നെ ഇഷ്ടമായിരുന്നു. ഇവിടെ പൂജാരിയായി കഴിഞ്ഞതും എന്നെ കാണാൻ വേണ്ടിയായിരുന്നില്ലേ? ഇപ്പൊ ഈ സ്വത്തും കൊട്ടാരും തമ്പുരാട്ടിയൊക്കെ കണ്ടപ്പോ അതിന്റെയൊക്കെ മുന്നില് ഈ കാര്യസ്ഥന്റെ മോൾക്ക് എന്ത് സ്ഥാനമല്ലേ? ശ്രീലക്ഷ്മി, നീ എന്തായി പറയണേ? ഒന്നോർത്തോ, എന്നെ നോവിച്ച് ഇവിടുത്തെ തമ്പുരാട്ടി പെണ്ണെ കെട്ടി ഈ കൊട്ടാരത്തെ സുഖമായി വാഴാന്ന് വിചാരിക്കണ്ട. മകരം 24-ാം തീയതി വ്യാഴാഴ്ച പകൽ 10:32 ശേഷം മീനൻ രാശി വിവാഹത്തിന് ശുഭം. ആയിക്കോട്ടെ, സമയം ധാരാളം ഉണ്ട്. നാളെ അറിഞ്ഞ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അത് വേണോ? എല്ലാവരും അറിഞ്ഞിട്ട് ഈ കല്യാണം നടത്തണോ? അത് പിന്നെ പ്രശ്നമാവൂ. എന്ത് പ്രശ്നം? ഗോവിന്ദൻ നായർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അബ്ദുൾ റഹ്മാൻ വന്നിരിക്കുന്ന വാശിയില്ല. ഈ കല്യാണം മുടക്കാൻ അയാൾ പരമാവധി ശ്രമിക്കും. അതെ അതെ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കല്യാണം ഗുരുവായൂർ വെച്ചു വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചു വരുത്തി നടത്തിയല്ലേ നല്ലത്. അതാണ് എന്റെ അഭിപ്രായം. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? വരനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണ് തീരുമാനം. മോളെ, നിനക്കിതെന്താ പറ്റിയേ? പഴയ ചരിത്രം ഇനി ആവർത്തിക്കണോ? തമ്പുരാക്കന്മാരോട് സംസാരിക്കാൻ നീ ആളായോ? പുറത്തു പോടി. ഞാൻ പോവാം. അതിനു മുൻപ് ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ഇസ്ലാമിനെ കൊണ്ട് തന്നെ ഗോപികയുടെ വേളി നടത്തണോ? നീ ആരെ കുറിച്ചായി പറയണേ? ബാധയാ, ഇത് ബാധയാ. എന്റെ ദേഹത്തു നിന്നും ഇവളുടെ ദേഹത്ത് കയറിയതാ. അസംബന്ധം പറയാതെ പോടി. അയാൾ ഉണ്ണികൃഷ്ണനല്ല. ഉണ്ണികൃഷ്ണനായിട്ട് വേഷം കെട്ടി വന്ന ചതിയനാ, ചതിയൻ. ബഹുമാനപ്പെട്ട തിരുമനസഭകളെ, മറ്റു തമ്പുരാക്കന്മാരെ, കേറി വന്നാൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. പൂജ ചെയ്യാൻ പൂണൂലിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നോം പറയാം. കേട്ടില്ല തോന്നുന്നു. ലോട്ടറി ഇവിടെ നിൽക്കുക, സൈക്കിൾ ഇട്ട് വരിക. ഈ ഉദയപുരം പാലസ് അസ്തമയപുരം പാലസ് ആക്കാൻ വന്ന കള്ള പൂജാരിയാണവൻ. എന്ന് തിരുമനസേ, നമ്മളോട് അടുക്കരുത്. സൈക്കിൾ എടുപ്പിച്ച് കൊല്ലും. ഈ നമ്പൂരി സുലൈമാനാണ്, ഒരു ഇസ്ലാമാണെന്ന് നോം തെളിയിക്കാം. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്ന നുണയാണ്. നുണയല്ല, സത്യമാണ്. പച്ചവെള്ളം പോലെ സത്യമാണ്.
മറുപടി ഇവൻ പറയട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്. പൂന്നൂല് നുണ, ശുദ്ധ നുണ. ഇവൻ ഇസ്ലാമാണ്. തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാള് പറയണത് വിശ്വസിക്കരുത്. പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിൽക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. അല്ല. അല്ലേ? ആ നിൽക്കണ അബ്ദുൾ റഹ്മാൻ നിന്റെ ബാപ്പയല്ലേ? പറയും നിന്റെ തന്ത ആരാണ്? എന്താ മിണ്ടാത്തത്? തന്ത ആരാണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? ആ നിൽക്കുന്ന അബ്ദുൾ റഹ്മാനാണ് എന്റെ ബാപ്പ. എടാ ഒന്നും ചെയ്യില്ല. നിൽക്കണോ? തൊട്ടുപോകരുത്. പണ്ട് നീ എന്റെ ഈ കാല് തല്ലി ഒടിച്ചപ്പോ ചോദിക്കാൻ എന്റെ ബാപ്പ ഇല്ലായിരുന്നു. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാൽ നിന്റെ കൈവെട്ടാൻ അവന്റെ ബാപ്പയുണ്ട്. വാടാ. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എല്ലാം അറിഞ്ഞിട്ടും താൻ ഒരേ രക്തമാണെന്നറിഞ്ഞപ്പോ കൂട്ടുനിന്നുപോയി. എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. നിങ്ങളിത് എവിടെയാണ്? എത്ര നേരം കാത്തിരിക്കണ്? നമ്മുടെ രക്തം തിളക്കാണ്. ആരാണ്ടാ നമ്മുടെ സുലൈമാന്റെ ഭാഗത്ത് കൈ വെച്ചത്? ആ തമ്പുരാക്കന്മാരെ ഓന്റെയൊക്കെ മയ്യത്തെ നമ്മളെടുക്കും. ഈ രാത്രി കൊണ്ട് ആ കൊട്ടാരം പൊളിച്ചു മാറ്റി അവിടുത്തെ തമ്പുരാക്കന്മാരെ മുഴുവൻ വെട്ടി തീർക്കണം. നാളെ പുലർച്ചയ്ക്ക് മുമ്പ് തീരണം. നമ്മുടെ ആളുകളെ വേണ്ട, ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റണ്ട മോനെ. കൊച്ചപ്പയ്ക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്റെ ബാപ്പയുടെ ആളുകളാ, അതുപോലെ അവരെന്റെ അമ്മയുടെ ആളുകളും. പരസ്പരം പടവെട്ടിച്ചാകാൻ ഞാൻ സമ്മതിക്കില്ല. അബ്ദുള്ള, ഇത് കേട്ടാ എന്റെ മോൻ പറയണേ? ഇവൻ അവളെ പെരുത്ത് സ്നേഹിച്ചു. ഇനി പിന്മാറില്ല എന്നാ. ഇതിനു വേണ്ടി നമ്മൾ ഇനി ചത്തുവന്നിട്ട് കാര്യമുണ്ടോ? പറയും. പിന്നെ അവരുടെ മുന്നില് അറക്കൽ തറവാട്ടുകാർ ഓച്ചാനിച്ച് നിൽക്കണോ? തോൽക്കാൻ പാടില്ല. ജയിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണം. നീ എന്താണ് ഈ പറയണ അബ്ദുള്ള? ആ പെണ്ണ് ഈ വീട്ടിൽ ഇവനോടൊപ്പം കഴിയും. ആ തമ്പുരാക്കന്മാരുടെ കൺമുന്നിൽ തന്നെ. ഇതിൽ കൂടുതൽ എന്ത് പ്രതികാരമാണ് ഞാൻ അവരോട് ചെയ്യുക? സുലൈമാനെ, നീ വിളിച്ചിറക്കിക്കൊണ്ട് വരണോ അവളെ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഗോപികയെ കൊണ്ടുപോവാൻ. വേണ്ട. നീ വിളിച്ചാൽ എന്റെ പേരക്കുട്ടി ഇറങ്ങി വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം. ഗോപികേ, നിന്നെ കൊണ്ടുപോകാനേ വന്നത്. കൊണ്ടുപോകാനോ? മനസ്സിലായില്ല. ഒന്ന് വിളിച്ചാ കൂടെ ഇറങ്ങി പോരുന്ന പെണ്ണുങ്ങളാണ് ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റി. ഗോപികേ, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറയായിരുന്നില്ല എന്നോട്. തെറ്റാണ് ഞാൻ ചെയ്തത്. ആരാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പോലും ഉത്തരം അറിയാത്തൊരു ചോദ്യമുണ്ട്. എന്താ എന്റെ ജാതി? ഈ കൊട്ടാരത്തിൽ പറഞ്ഞ മാളവേ തമ്പുരാട്ടിയിൽ അബ്ദുൾ റഹ്മാൻ ഉണ്ടായ എന്റെ ജാതി ഏതാന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? ജാതിക്കും മതത്തിനും മീതെ എന്റെ സ്നേഹത്തിന് നീ വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ വരണം. എന്റെ മുത്തശ്ശന്റെ സമ്മതത്തോടെ
അദ്ദേഹം തരുന്ന താലി കെട്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും നിങ്ങൾക്ക്. അല്ലാതെ ഞാൻ വരില്ല. ഇനി ഈ കൊട്ടാരത്തിൽ മറ്റൊരു മാളവിക തമ്പുരാട്ടി ഉണ്ടാവില്ല.